വയനാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ ചാലിയാറിന്റെ ഇരു കരകളിലും മൃതദേഹങ്ങൾക്കായി തിരച്ചിൽ തുടങ്ങി. ഇന്നും നാളെയുമാണ് തെരച്ചിൽ നടത്തുന്നത്. മാവൂർ പോലീസിന്റെ നേതൃത്വത്തിൽ കൂളിമാട് മുതൽ ഊർക്കടവ് വരെ ചാലിയാറിന്റെ വലതുകരയിലും, വാഴക്കാട് പോലീസിന്റെ നേതൃത്വത്തിൽ കൂളിമാട് മുതൽ ഊർക്കടവ് വരെ ചാലിയാറിന്റെ ഇടതുകരയിലുമാണ് തെരച്ചിൽ നടത്തിയത്. ചാലിയാറിന്റെ കൂളിമാട് മുതൽ മുകൾ ഭാഗത്തേക്ക് മുക്കം പോലീസിന്റെ നേതൃത്വത്തിലുള്ള പരിശോധനയാണ് നടക്കുന്നത്. താലൂക്ക് ദുരന്ത നിവാരണ സേനാ അംഗങ്ങളും ഫയർഫോഴ്സും തെരച്ചിലിൽ പങ്കാളികളായി. നിരവധി ബോട്ടുകളിലായാണ് തെരച്ചിൽ നടത്തിയത്. പുഴയോട് ചേർന്ന കരയിലെ പൊന്തക്കാടുകളിലോ മുളങ്കൂട്ടങ്ങളിലോ മൃതദേഹങ്ങൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നാണ് പരിശോധന നടത്തുന്നത്. കഴിഞ്ഞ ദിവസം ചാലിയാറിൽ വാഴക്കാട് ഭാഗത്തു നിന്നും പെൺകുട്ടിയുടെ മൃതദേഹം കിട്ടിയിരുന്നു. പന്തീരങ്കാവ് ഭാഗത്ത് നിന്ന് മൃതദേഹത്തിന്റെ അവശിഷ്ടവും കണ്ടെത്തിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് ചാലിയാറിൽ വ്യാപകമായി തെരച്ചിൽ നടത്താൻ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. മാവൂർ പോലീസ് ഇൻസ്പെക്ടർ പി രാജേഷ്, വാഴക്കാട് പോലീസ് ഇൻസ്പെക്ടർ കെ രാജൻ ബാബു, മുക്കം പോലീസ് ഇൻസ്പെക്ടർ ജീവൻ ജോർജ് എന്നിവർ പരിശോധനകൾക്ക് നേതൃത്വം നൽകി. ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണറും സ്ഥലം സന്ദർശിച്ചു. കർമ്മ ഓമശ്ശേരി, പുൽപ്പറമ്പ് രക്ഷാസേന തുടങ്ങിയവരും പങ്കാളികളായി. മുക്കം സന്നദ്ധ സേനയുടെ നേതൃത്വത്തിൽ കൂളിമാട് പാലത്തിനടിയിൽ നിന്ന് ചാലിയാറിൽ ഡ്രോൺ പരിശോധനയും നടത്തി. Kadodi Gold and Diamonds, മാവൂർ, പൂവാട്ടുപറമ്പ്. കൂടുതൽ വാർത്തകൾ ലഭിക്കാൻ സ്പോർട് മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാട്സാപ്പിൽ ലഭിക്കാൻ സ്പോർട് മീഡിയ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക.